Fifth module. So fifth module first one, design for production. Okay, നമ്മളൊരു പ്രൊഡക്ഷനിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ, ദെൻ ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ്. ഓക്കെ, അതുപോലെ ഈ ഫിഫ്ത്ത് മോഡ്യൂളിൽ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് എസ്റ്റിമേഷൻ ആയിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും കോസ്റ്റ് എസ്റ്റിമേഷൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്തായാലും ചോദിക്കും. ഓക്കെ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഡിസൈൻ ചെയ്താൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കോസ്റ്റ് നോക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഏതൊക്കെ കോസ്റ്റ് ആയിരിക്കും, ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഫിഫ്ത്ത് മോഡ്യൂളിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ പഠിച്ചിട്ട് പോകണമെന്നല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നാലോ, അല്ലെങ്കിൽ സപ്പോസ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റ് ഏതൊക്കെ രീതിയിൽ അസൈൻ ചെയ്യാനെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു സിമ്പിൾ പ്രൊഡക്റ്റ്, ഒരു ഫേസ് മാസ്ക് ഡിസൈൻ ചെയ്യാണ് വീട്ടിൽ. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതിനൊക്കെ നിങ്ങൾ കാസ്റ്റ്, ഒരു സിംഗിൾ പീസിൻ്റെ കാസ്റ്റ് നിങ്ങൾ ഏതൊക്കെ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ കാസ്റ്റ് നോക്കണം, ലേബർ കാസ്റ്റ് നോക്കണം, എഗൈൻ ട്രാവൽ ചാർജ് നോക്കണം, എഗൈൻ എന്താണ് മാർക്കറ്റിംഗ് കാസ്റ്റ് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എമൗണ്ട് ഫിക്സ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഒന്ന് ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ നോക്കാം. സോ ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ ശേഷം അതിന് എന്ത് ചെയ്യാൻ പാടില്ല, കുറേ സമയം എടുക്കാൻ പാടില്ല. ഓക്കെ, കുറേ ടൈം എടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വരും, അതുപോലെ തന്നെ സെയിം പ്രൊഡക്ട്സ് ഒക്കെ എവിടെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, മാർക്കറ്റിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ഏർലി സ്റ്റേജസിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ഒക്കെ അറിയാം, അവരെന്ത് ചെയ്തിട്ടുണ്ടാകും, ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്താലും വാട്സപ്പ് എടുത്താലും എന്തൊരു സാധനങ്ങൾ എടുത്താലും ഇനിഷ്യൽ സ്റ്റേജിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക, ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ ശേഷം പറഞ്ഞ അപ്ഡേറ്റ്സിലാണ് അതെങ്ങനെ ഉണ്ടാവുക, കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വെച്ച് വരുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ. In many cases, a design artifact will be produced or manufactured in large quantities. In recent years, companies have to learn that design of a product can have an enormous impact on the methods and cost of producing it. Towards this end, globally, competitive industries such as an automotive and consumer electronics industries routinely consider how product is manufactured during the earliest stages of design. This line is important. Okay, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സൈക്കിൾ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ കൊണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ ഫീച്ചേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, കുറേ ഫങ്ഷനാലിറ്റീസ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ ഫങ്ഷനാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് വിടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിസൈഡ് ചെയ്യരുത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ, പ്രൊഡക്റ്റിനെ ഫസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ്, ഒരു സിമ്പിൾ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുക, അതിലൊരു സാമ്പിൾ ആയിട്ട് 2 ഫങ്ഷനാലിറ്റീസ് വയ്ക്കുക. ഓക്കെ, നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, ബട്ട് ഡിസൈനിന്റെ ഏർലി സ്റ്റേജസിൽ. ഓക്കെ, ഡിസൈനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗിയർ സൈക്കിളാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഗിയർ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സാമ്പിൾ പറയുകയാണ്, ഒരു 5 ഗിയർ സൈക്കിളാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന്റെ ഏർലി സ്റ്റേജസ് ഡിസൈനിൽ അതിന് എന്ത് ചെയ്യുക, ഒരു സിമ്പിളായിട്ട് ഒരു ഇത് ചെയ്യുക. ഓക്കെ, സിമ്പിൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ വേറെ ഒരു ഫീച്ചേഴ്സ് വയ്ക്കാതെ എന്താണോ മെയിൻ ഫീച്ചർ അതിനെ മാത്രം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യുക. ഓക്കെ, എഗെയിൻ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അപ്ഡേഷൻ വെർഷനിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിലീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ചില പ്രൊഡക്റ്റിന് അത് പോസിബിൾ ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാറിന്റെ മോഡലൊക്കെ നോക്കാം അല്ലെ, കാറിന്റെ മോഡലൊക്കെ നോക്ക്, ഷിഫ്റ്റിന്റെ മോഡൽ നോക്ക്. ഷിഫ്റ്റിന്റെ മോഡലൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ്, സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരു മോഡലായിരിക്കും, എഗെയിൻ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ വെർഷൻസ് ചേഞ്ച് ചെയ്യാം അല്ലെ. ബൈക്കിന്റെ വെർഷൻ നോക്ക്, ബൈക്ക് എങ്ങനെയായിരിക്കും, ഏതൊരു ബൈക്ക് എടുത്ത് നോക്കിയാലും നോക്ക്, എന്തുണ്ടാവും, കുറേ അപ്ഡേഷൻസ് ഉണ്ടാവും അല്ലെ. കുറേ കഴിയുമ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ വണ്ടിയിൽ ഏതൊരു പ്രൊഡക്റ്റും എടുത്ത് നോക്കിയാലും അവിടെ ഒരു അപ്ഡേഷൻ ഉണ്ടാവും. അങ്ങനെ അതല്ലാതെ അതിന്റെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷമേ ഞാൻ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം വരും,
അതിന് മുൻപ് തന്നെ വേറെ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെയിം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ലോസ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. In many cases, a design artifact will be produced or manufactured in large quantities. In recent years, companies have to learn the design of a product. They have a enormous impact on the methods and cost of producing it. Towards this end, globally competitive industries such as automotive and consumer electronics industries routinely consider how product is manufactured during the earlier stages of design. A significant driver of this concern is the number of products being manufactured, which may allow for the economics of scale. Further, the time takes to get product to the consumer, known as the time to market, define company ability to save of the market. Okay, എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? It's a time to get a product to the consumer, known as the time to market, then define a company ability to the shape of a market. Design process that anticipate manufacturing issues can be key elements speeding up elements through the commercial production. പിന്നെ ഇന്നൊരു കാര്യം പ്രൊഡക്ഷനിലുണ്ട്, എന്താണ്, ലാർജ് ക്വാണ്ടിറ്റീസിലെ മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊഡ്യൂസ് ചെയ്യാനും പാടില്ല. ഓക്കെ, എന്ത് ചെയ്യുക, ഒരു ലിമിറ്റഡ് നമ്പറിൽ ഐറ്റംസ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് നോക്കുക, നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതും ഇമ്പോർട്ടൻറ്റ് സിനോറിയോ ആണ്. Okay, then design for manufacturing. So design for manufacturing is design based on minimizing the cost of production. Design for manufacturing le main act നോക്കേണ്ടത് എന്താണ്? Design for manufacturing is design based on minimizing cost of production and the time to market for a product. Okay, നിങ്ങൾ പ്രൊഡക്റ്റിന്റെ കോസ്റ്റും കുറയ്ക്കാൻ നോക്കണം, അതുപോലെ തന്നെ എന്ത് നോക്കണം, ആ പ്രൊഡക്റ്റ് വേഗം മാർക്കറ്റിൽ എത്താനുള്ളതും നോക്കണം. Okay, so design for manufacturing is design based on minimizing the cost of the production and or the time to market for a product while maintaining an appropriate level of quality. The importance of maintaining an appropriate level of quality cannot be overstated, because without the assurance of quality, DFM is reduced the simply producing the lowest cost product. Okay, അപ്പോൾ മാനുഫാക്ചറിൽ നോക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ എന്താണ്, നമ്മൾ എന്ത് നോക്കണം, പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നോക്കണം. കോസ്റ്റിനെ എങ്ങനെ നോക്കണം, എപ്പോഴും റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഉള്ളത് എന്താണ്, വേഗം അത് മാർക്കറ്റിൽ എത്താനുള്ള പ്രൊസീജിയേഴ്സ് നോക്കണം. ഓക്കെ, ഇപ്പൊ പ്രൊഡക്റ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ പ്രൊഡക്ഷൻ ഇവിടെ എന്താണ്, ഡിസൈൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണിക്കാം. ഈ സമയത്തിൽ പ്രൊഡക്റ്റ് എന്താവും, റിലീസ് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്, നമ്മൾ പ്രൊഡക്റ്റ് വേഗം എന്താണ് ആ സമയത്തിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചില മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നോക്കും. ഇപ്പോൾ ഐഫോണൊക്കെ അവർ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അഡ്വർടൈസ്മെന്റ് തരാം അല്ലേ. ഈ സമയത്തിൽ നമ്മളുടെ എന്താണ് ഈ പ്രൊഡക്റ്റ് റിലീസ് ആവുമെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുമ്പിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിൽ നോക്കേണ്ടത് എന്താണ്, മാനുഫാക്ചറിംഗിൽ കാസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നോക്കണം. എഗൈൻ എന്താണ്, ആ പ്രൊഡക്റ്റ് വേഗം മാർക്കറ്റിൽ പോകാനുള്ള ഇതും നോക്കണം. ഓക്കെ, and or the time to market for a product, then while maintaining appropriate level of quality. Okay, then quality is important. Quality ഇല്ലാതെ നിങ്ങൾ ഡിസൈൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ വെറുതെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് മാർക്കറ്റിൽ പോയാലും എന്താണ്, പ്രൊഡക്റ്റ് ഫെയിൽ ആയി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. Okay, the importance of maintaining the appropriate level of quality cannot be overstated, because without assurance of quality, DFM is reduced simply producing the lowest cost of product. Then basic methodology of DFM consists of 6 steps. Estimate the DFM il nokanda 6 steps endakeyanu. Estimate the manufacturing cost for a given design alternative, reduce the cost of components, reduce the cost of assembly, reduce the cost of supporting production, consider the effects of DFM on other objectives. Then if the results are not acceptable, revise the design once again. Okay, അപ്പോൾ മാനുഫാക്ചറിങ്ങിൽ നോക്കേണ്ട 6 മെത്തേഡ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് നോക്കണം. എസ്റ്റിമേറ്റ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ഫോർ എ ഗിവൺ ഡിസൈൻ ആൾട്ടർനേറ്റീവ്സ്, റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് എ കോമ്പണൻറ്റ്സ്, ദെൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് അസംബ്ലി. കോസ്റ്റ് ഓഫ് അസംബ്ലി മീൻസ് വാട്ട്? അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമ്മൾ വേറെ എന്താണ്, സെപ്പറേറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, അസംബിൾ ചെയ്യേണ്ടി വരാം അല്ലേ. ഓക്കെ, അതിനുള്ള കോസ്റ്റ് ആണ്. റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് അസംബ്ലി, റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സപ്പോർട്ടിംഗ് പ്രൊഡക്ഷൻ,
കൺസിഡർ ദ എഫക്ട്സ് ഓഫ് DFM ആണ് അതർ ഒബ്ജക്റ്റീവ്സ്. ഇഫ് ദ റിസൾട്ട് നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് ഫൈനലി വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു സാമ്പിൾ നോക്കി. സാമ്പിൾ നോക്കുമ്പോൾ റിസൾട്ട് ഈസ് നോട്ട് ഗുഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈനെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. സോ ദീസ് ആർ ദ ബേസിക് മെത്തഡോളജി ഓഫ് DFM. DFM അപ്പോൾ എഴുതാനല്ലേ നിങ്ങൾക്ക്. DFM-ൽ നോക്കേണ്ട ഫസ്റ്റ് മെയിൻ ആയിട്ട് നോക്കേണ്ട 2 കാര്യങ്ങൾ എന്താണ്, എമൗണ്ട് റെഡ്യൂസ് ചെയ്യുക, എഗൈൻ എന്താണ് പ്രൊഡക്റ്റ് വേഗം മാർക്കറ്റിൽ പോകാനും ശ്രമിക്കുക, എഗൈൻ നെക്സ്റ്റ് ഉള്ളത് എന്താ നോക്കേണ്ടത്, ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം മാർക്കറ്റിൽ പോകേണ്ടത്. എഗൈൻ 6 മെത്തഡോളജീസ് ഉണ്ട്, ആ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ദെൻ ഡിസൈൻ ഫോർ യൂസ്. ഓക്കെ, ഈ ടോപ്പിക് കൂടി നിർത്തിയിട്ട് ഡിസൈൻ നോക്കാം കേട്ടോ. ഡിസൈൻ ഫോർ യൂസ്. ഡിസൈൻ ഫോർ യൂസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്താലും അത് ഫൈനലി യൂസ് ചെയ്യണത് എന്താണ്, ഒരു യൂസറാണ് അല്ലേ. സോ ഡിസൈൻ ഫോർ യൂസ് ടൈസ് ടുഗദർ 3 പീപ്പിൾസ്, ഒന്ന് ഡിസൈനർ, ദെൻ ക്ലയന്റ് ആൻഡ് യൂസർ. Okay, so designer for use ties together the designer, client, user triangle in a powerful way. We often hear the words user friendly applied to describe a product, but this is only meaningful if made specific. Okay, when you are designing any one of the the product should be a user friendly or user friendly product മാത്രമാണ് എന്ത് ചെയ്യുക, യൂസേഴ്സ് അധികം വാങ്ങിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പം മാർക്കറ്റിൽ എന്തുണ്ടാവും, നമ്മൾ പോകുമ്പോൾ കുറേ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം അല്ലേ. കുറേ ആൾക്കാർ എന്താണ്, ചില പ്രൊഡക്ട്സിനെ ഹൈ ലെവൽ ആൾക്കാരാണ് വാങ്ങിക്കുക. ഓക്കെ, ചില ആൾക്കാർ നല്ല സ്കിൽ മാത്രമാണ് വാങ്ങിക്കാൻ പറ്റുക. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ മെയിനായിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു പ്ലേസിൽ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ണൂർ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള പീപ്പിൾസിനെ നിങ്ങൾ ഫസ്റ്റ് അനലൈസ് ചെയ്യണം. ഓക്കെ, എത്ര ടൈപ്പ് ഓഫ് പീപ്പിൾസ് ഉള്ളത്, ഇവിടെ ഉള്ള വേറെ പ്രൊഡക്റ്റിന്റെ മൂവിങ് എങ്ങനെയാണ്. ഓക്കെ, അതിന്റെ ബേസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഒരു ഹൈ ലെവൽ പ്രൊഡക്റ്റ്, ഒരു ഹൈ എൻഡിലാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്തിൽ പോയി, ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു റൂറൽ പ്ലേസിൽ പോയി ഹൈ എൻഡ് പ്രൊഡക്റ്റ് ആണ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് ഫെയിൽ ആയി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് എപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ അത് എങ്ങനെയായിരിക്കണം, ആ പ്രൊഡക്റ്റ് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ OS ഒക്കെ പറയാല്ലേ, OS എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലിനക്സ്, ഉബുണ്ടു ഒക്കെ നമുക്ക് ഫ്രീ വേർഷൻ OS ആണ്. പക്ഷെ നമുക്ക് എന്താണ്, ചില സ്ഥലങ്ങളിലൊന്നും അത് യൂസ് ചെയ്യൂല. എന്തുകൊണ്ടാണ് അവർ യൂസ് ചെയ്യാത്ത, എന്തുകൊണ്ടാണ് നമ്മൾ ലിനക്സ്, ഉബുണ്ടു ഒക്കെ കാണുന്നത് റയർ ആണല്ലേ, എന്തുകൊണ്ടാണ് അവർ യൂസ് ചെയ്യാത്ത, അത് യൂസർ ഫ്രണ്ട്ലി കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അത് കുറച്ച് സ്കിൽഡ് പേഴ്സണോ അല്ലെങ്കിൽ കുറച്ച് നോളജ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സാധനം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് വിൻഡോസ് ആണെങ്കിൽ എന്താണ്, അത് യൂസർ ഫ്രണ്ട്ലി ആണല്ലേ, ഏതൊരു പീപ്പിൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, so design for use ties together the designer, client, user triangle in a powerful way. We often hear the words user friendly applied to describe a product, but this is only meaningful if made specific. The specificity may include interfaces between design system and the user, skill requirements, physical demands on the user, and even how the well system works relate to unintended application. എന്തൊക്കെയാണ് നോക്കേണ്ടത്, ദ സ്പെസിഫിക് മേ ഇൻക്ലൂഡ് ഇന്റർഫേസസ് ബിറ്റ്വീൻ ദ ഡിസൈൻ സിസ്റ്റം ആൻഡ് ദ യൂസർ. ഇന്റർഫേസസ് മീൻസ് വാട്ട് ഈസ് മീൻ ബൈ ഇന്റർഫേസ്? ഇന്റർഫേസ് എന്ന് വെച്ചാൽ എന്താ? ഇന്റർഫേസ് അതിൽ തന്നെ മീനിങ് ഉണ്ട്. ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഗൂഗിൾ മീറ്റിൽ ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഓപ്പൺ ആക്കുന്ന ഇന്റർഫേസ്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജോയിൻ ആവും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ആ സ്ക്രീനിന്റെ കൂടി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടല്ലേ. ചില സാധനങ്ങൾ ഇപ്പൊ എന്താണ് അഗ്രി ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നുണ്ടല്ലേ, അതൊക്കെ എന്താണ്, ഇന്റർഫേസസ് ആണ്. ഓക്കെ, ഇന്ററാക്ട് ചെയ്യുന്ന പ്ലേസസ് ആണ്. ഓക്കെ, സോ ദ സ്പെസിഫിക് മേ ഇൻക്ലൂഡ് ഇന്റർഫേസസ് ബിറ്റ്വീൻ ഡിസൈൻ സിസ്റ്റം ആൻഡ് യൂസർ. നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്തത് ആ സിസ്റ്റത്തിനും ആൻഡ് യൂസറിനുള്ള ഇന്ററാക്ഷൻ. ദെൻ സ്കിൽ റിക്വയർമെന്റ്സ്. ദെൻ എന്തൊക്കെ സ്കിൽ റിക്വയർമെന്റ്സ് ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഒവ്വൊരു പ്ലേസിനും ഒവ്വൊരു രീതിയിലുള്ള സ്കിൽസ് വേണം നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സ്കിൽ റിക്വയർമെന്റ്സ്, physical demands on the user, and even how well the system works related into the unintended applications. Okay, so these are the 3 things are important. എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്? എന്താണ്? ഫസ്റ്റ് ആണ് ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ. ഡിസൈൻ ഫോർ പ്രൊഡക്ഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസൈൻ ഫോർ പ്രൊഡക്ഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസൈൻ ഫോർ പ്രൊഡക്ഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ? കുറെ ഫങ്ഷൻസ് നമ്മൾ ആക്കിയെങ്കിലും
മൊത്തം ഇംപ്ലിമെന്റ് ചെയ്യാണ്ട് ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ഡിസൈൻ ഒന്നാക്കിയിട്ട് പ്രൊഡക്റ്റിനെ പുറത്തിറക്കും. മാർക്കറ്റ് പിന്നെ റിലീസ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ എന്ത് അപ്ഡേറ്റ് ചെയ്യും. ചെയ്യുക? കണ്ടിന്യൂസ് അപ്ഡേറ്റ് ചെയ്യുക. സെക്കൻഡ് പഠിച്ചത് എന്തായിരുന്നു? ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ്, റൈറ്റ്? മാനുഫാക്ചറിംഗിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണ്? ടു റെഡ്യൂസ് ദ അസംബിൾ കോസ്റ്റ്. മാനുഫാക്ചറിങ് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യണം. അഗൈൻ എന്താണ്? ടൈമിന് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു 6 മെത്തേഡ്സ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഉള്ളത് പഠിച്ചത് എന്തായിരുന്നു? ഫൈനൽ വൺ എന്താണ്? ഡിസൈൻ ഫോർ യൂസ് ആണ് അല്ലേ? അപ്പോൾ ഡിസൈൻ ഫോർ യൂസിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? പ്രൊഡക്റ്റ് നമ്മൾ യൂസർ ഡിസൈൻ ഫ്രണ്ട്ലി. ചെയ്യുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വേണം പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് തരാൻ പോണേ. ആക്ടിവിറ്റി കുറേ ഡിസൈൻ തന്ന് എനിക്ക് മടുത്ത്. അപ്പം ഞാൻ എന്താണ് ഡിസൈൻ ബയോമെമിക്രി ആണേ. ഇതൊരു എന്താണ്? ഒരു ഫ്ലവർ അല്ലേ? ഫ്ലവർ അല്ലേ? അപ്പൊ ഡിസൈൻ എനി സ്ട്രക്ചർ യുവർ കൺവീനിയൻസ് ബേസ്ഡ് ഓൺ ദ ഇമേജ് ഗിവൺ ബിലോ. ഓക്കെ, ഇതൊരു സ്മോൾ ഫ്ലവർ ആണ്. അത് സൂം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. അത് തനിച്ച് ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തോണ്ടാണ് അതിങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മോഡലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബയോമിമിക്രിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായ? ഇതെന്താണ്? ഒരു ഫ്ലോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോമിമിക്രി ആണല്ലേ? അപ്പൊ നിങ്ങൾ അതിലുണ്ട് ഇന്ററാക്ട് ചെയ്ത് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എല്ലാ ആൾക്കാരും ചെയ്യണം. ഓക്കെ, സെയിം ആയിട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ക്വസ്റ്റ്യൻ മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബാഡിന്റെ ഇമേജ് തന്നിട്ട് നിങ്ങളടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നൊരു ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും? എയർക്രാഫ്റ്റ് വരയ്ക്കും, ചില ആൾക്കാർ ജെറ്റ് വരയ്ക്കും, അങ്ങനെ പറഞ്ഞിട്ടാണ് വരയ്ക്കുക അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ വെച്ചിട്ടുള്ള ഇമേജ് എന്താണ്? ഒരു ഫ്ലവർ ആണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഫ്ലവർ ആണ് വെച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കൊരു ബയോമിമിക്രി ഡിസൈൻ വരച്ചു തരണം. സ്റ്റാർട്ട് ചെയ്, വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്. സിമ്പിൾ ഡിസൈൻ മതി, അധികം അങ്ങനെ ഹൈ ലെവലിൽ ചിന്തിക്കേണ്ട. അടാ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ? അഭിഷേക്, ക്വസ്റ്റ്യൻ മനസ്സിലായ? അഭിഷേക്, അഖിൽ സി വി, ക്വസ്റ്റ്യൻ മനസ്സിലായ? ഇല്ല, ഞാൻ പറയണോ ഒന്നുകൂടി ക്വസ്റ്റ്യന്? യെസ് ആണോ നോ ആണോ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ബാക്കി ആൾക്കാർ അഭിനവല്ലാതെ വേറെ മനസ്സിലായി? ഓക്കെ, ഓക്കെ അപ്പൊ ഡിസൈൻ ചെയ്. ഇമേജ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഇമേജിന്റെ ബേസിൽ വേണം ഡിസൈൻ വരാൻ. എക്സാമിന് ഇങ്ങനെയാ ചോദിക്കുക കേട്ടോ. ബയോമിമിക്രിന്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ടാവും, അതിന്റെ മോഡലിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറയും. ഡിസൈൻ ചെയ് ഫാസ്റ്റ് ആയിട്ട്. ഡിസൈൻ ഫാസ്റ്റ്. ആലോചിച്ച് വരയ്ക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തതാ കേട്ടാ. ഇപ്പൊ ഇത് ഓൾറെഡി ഇത് യൂസ് ചെയ്യണതാണ്. ബയോമിമിക്രി മോഡലാണത്. ഞാൻ ആ ഇമേജിന്റെ മോഡലിൽ എടുത്തേ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ മെസ്സേജ് അയക്കാം. പക്ഷെ എല്ലാ ആൾക്കാരും ഒന്ന് ട്രൈ ചെയ്യും. എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോങ് ആയിട്ടാണ് ഉണ്ടാവുക. സാറേ അതിന്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ചേർത്താ കുഴപ്പമുണ്ടോ? ചേർക്കാം. എല്ലാ ആൾക്കാരും ഒന്ന് ഡിസൈൻ ചെയ്ത്. അഭിനവ് കംപ്ലീറ്റഡ്.
കംപ്ലീറ്റ് ആയി അഭിനവ്? ആ ഓക്കെ, കാണിക്കേ. എന്താ സാറേ? ചേറാ? ആ ഇവിടെ ഇവിടെ ചെറുങ്ങനെ ഒരു ഇതുണ്ട്, സ്റ്റിക്ക് പോലെ നമ്മൾ വാക്കിംഗ് സ്റ്റിക്കിന്റെ ലെങ്ത് കൂട്ടൂലേ, ആ ആ സെയിം സാധനം. അതിങ്ങനെ തുറന്നിട്ടാവുമ്പോ അതിങ്ങനെ ഇവിടെ ഗ്രിപ്പോട് കൂടിയിട്ടില്ല, അത് താത്തിട്ട് വെക്കാം. ഇത് നമുക്ക് ഈസി. ഫോൾഡ് ടൈപ്പ് ആണല്ലേ? ആ ഫോൾ ടൈപ്പ്. ഓക്കെ, ഗുഡ്. പറ. ഗുഡ്. സർ എൻ്റെത് സെയിം തന്നെയായിരുന്നു, പക്ഷെ ഫോൾഡ് ചെയ്യാണ്ട് ആ ഒരു പോർഷൻ മാത്രം ആ ചെയറിന്റെ. നോക്കട്ടെ. ഡിസൈന് വരച്ചു കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് വരച്ചതായിരുന്നു. ആ ഒരു ഓക്കെ, ഗുഡ്. അത്ര മതി, അത്ര മതി. ഗുഡ്, ഗുഡ്. വേറെ അർബിത്ത്? ഫാസ്റ്റ് ഫാസ്റ്റ്, വേറെ 2 ഇമേജസ് കൂടെ ഉണ്ട്, അതിനെ കൂടി സ്കെച്ച് ചെയ്യണം, അതിന് വേണ്ടിട്ടാ. ഫസ്ന? ഫസ്ന കണ്ടിട്ട് തന്നെ കുറേ ആയി. ഫസ്ന ഉണ്ടോ ഇവിടെ? ഫസ്ന വരച്ചിട്ടുണ്ടോ? സർ വരക്കുന്നുണ്ട്. സാർ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. വരച്ചാ? അർബിത്ത് വരച്ചിട്ടുണ്ടോ? ലിഖിത്? ലിഖിത്? ഓക്കെ, ലിഖിത്ത് വരച്ചിട്ടുണ്ടോ? ആ പക്ഷെ ഞാൻ ചേരനെ ഉദ്ദേശിച്ച് വരച്ചു പോയി. എല്ലാ ആൾക്കാരും ചേറിന്റെ മോഡൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ചേഞ്ചസ് മാഷ് പെട്ടെന്ന് പറഞ്ഞത് ഞാൻ അത് കണ്ടതിന് ഒരു ചെയർ പോലെ തോന്നി. അപ്പൊ അങ്ങനെ തന്നെ വരച്ചു പോയി. ഇവരെ രണ്ടാളും ഒരേപോലെ തന്നെയുള്ള സെയിം തന്നെയാ. ഓക്കെ, ചെയർ അല്ലാതെ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത ആൾക്കാരുണ്ടോ? ഫ്രണ്ട്സ്? നബീൽ? നബി വരച്ചിട്ടുണ്ട്. സാർ അത് എന്റെ നെറ്റ് ഇടക്ക് കട്ടായിന്. ശരിക്കും ക്വസ്റ്റ്യന് വെച്ചാൽ എന്തെങ്കിലും വരച്ചാ പോരല്ലേ? ഇതൊരു ഇമേജ് അല്ലേ, ഫ്ലോറിന്റെ ഇമേജ് അല്ലേ? ഫ്ലോറിന്റെ ടൈപ്പിലുള്ള ഏതെങ്കിലും നമ്മൾ അതിൽ ഇന്ററാക്ട് ആയിട്ട് അതിന്റെ ടൈപ്പിൽ എന്തെങ്കിലും ലൈറ്റ് ആയാലും അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല. എങ്ങനെ? ലൈറ്റ് എല്ലാം വരക്കാലോ? വരയ്ക്കാം, വരയ്ക്കാം. ലൈറ്റാ ഉദ്ദേശിച്ചത്. ഓക്കെ, ഗുഡ്. വരച്ചിട്ടില്ല? ഇല്ല, വരക്കണം. ലൈറ്റ് വരയ്ക്കാം, കുഴപ്പമില്ല. നന്ദിത? നന്ദിത? നന്ദിത ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? ടേബിൾ ലാമ്പ് ഒന്ന് നോക്കട്ടെ, ഡിസൈൻ കാണിക്ക്. ഫാസ്റ്റ് ഫാസ്റ്റ്, ഇന്നൊരു ഇമേജ് കൂടി ഉണ്ട്, അത് വരയ്ക്കണം, അതിന് വേണ്ടിയിട്ടും ആണ്. ഫാസ്റ്റ്. ടേബിൾ ലാമ്പാണ്. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ ഓക്കെ. പ്രിൻസ്? ഓക്കെ, ചെയറാണ്. ഓക്കെ, വേറെ വേസ്റ്റ് ബക്കറ്റ് എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ? ഓ ഗുഡ്. ആരാ? അഭിനവ പറഞ്ഞ വേസ്റ്റ് ബക്കറ്റ് വരച്ചത് ആരായിരുന്നു? അഭിനവ്. സർ പിന്നെ നബീൽ പറഞ്ഞൊരു ഐഡിയ വന്നിന്, മറ്റേ ലൈറ്റ് ഈ ഫ്ലവറിന്റെ ഇത് കൂട്ടി വെച്ചിട്ട് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറക്കുന്നത്, നമുക്ക് വേണ്ട അനുസരിച്ചിട്ട് കൂട്ടാൻ പറ്റുന്ന പോലെ. ആരാ പറയണ? പ്രിൻസ്? അല്ല, വരച്ചിട്ടില്ല അത്. വരച്ചിട്ടില്ല. ഓക്കെ, ഇതല്ല ശരിക്കും പറഞ്ഞ ഓർത്തയാ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണെന്നറിയോ? ഇപ്പൊ റീസെന്റ് ട്രെൻഡിങ്ങിലുള്ള ഒരു ട്രെൻഡിങ് അല്ല, ഒരു സിറ്റിയിലുള്ളതാണ്, ചെയറാണ്. കണ്ട ഇമേജ് എല്ലാ ആൾക്കാരും? സർ അത് കോൺക്രീറ്റ് അങ്ങനെയല്ലേ ഉള്ളത്? കോൺക്രീറ്റ് അല്ല, അത് ഫോൾഡ് ആണ്. ഫോൾഡ് ഓപ്പൺ ചെയ്താല് അതല്ല, താഴെ താഴെ അത് നിൽക്കുന്നത് റോഡാന്ന് തോന്നുന്നു. ആ റോഡാണ്. ഞാനത് ആ ഫ്ലവർ സെർച്ച് ചെയ്തതിന് കിട്ടിയില്ല. അപ്പൊ എനിക്ക് ശരി, ഓക്കെ, ഇങ്ങനെ ചിലപ്പോൾ എക്സാമിന് വരും.
ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ചിലപ്പോൾ ഫ്ലവർ തന്നാലും നിങ്ങൾക്ക് ഇനി ഐഡിയാസ് വരാമല്ലോ. വേസ്റ്റ് ബക്കറ്റ് വരയ്ക്കാം കേട്ടാ. ഓക്കെ അല്ലേ? ആ സർ. ഇനി നെക്സ്റ്റ് റൗണ്ട് തരട്ടെ. മനസ്സിലായ? കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഫയർഫ്ലൈ പിന്നെ അതന്നെയാ. ഓക്കെ, ഇതിനെ കൊണ്ട് ഇന്ററാക്ട് ചെയ്തിട്ടൊന്നും വരയ്ക്കും, ഒരു ഡിസൈൻ വരയ്ക്കും നോക്കട്ടെ. സാറേ ഇതിന് ഇണ്ടാക്ട് ചെയ്തിട്ടില്ല, മറ്റേ കല്യാണത്തിന്റെ എല്ലാം തൂക്കുന്ന ലൈറ്റ്. അത് ചെയ്യാം. ഗുഡ്. വേറെ അതുകൊണ്ടാണ്. വേറെ ആലോചിക്ക്, ഇതിന് പറക്കാനൊക്കെ പറ്റും. സെവൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ഡിസൈനില്? സാറ് ഒരു ഗിയർ നോബ് ഉദ്ദേശിച്ചത്, ഗിയർ ഷിഫ്റ്റർ ഇല്ലേ? നോക്കട്ടെ, വരച്ചായിരുന്നോ? ഇല്ല സാർ, വരച്ചില്ല. പക്ഷെ കാരണം എന്ന് പറഞ്ഞാല് സാധാരണ എല്ലാ ഗിയർ ഷിഫ്റ്റേഴ്സ് ഏകദേശം ആ ഷേപ്പിലായോണ്ട് അതിന്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചു. ഏകദേശം ഡിസൈൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ലല്ലോ, കാരണം അതേ ഷേപ്പ് അല്ലേ ഗിയർ ഷിഫ്റ്റർ അല്ലോ കാറിലൊക്കെ. ഓക്കെ, ഇതിന്റെ കൊണ്ട് ആലോചിക്ക് എല്ലാ ആൾക്കാരും. ഇപ്പോഴത്തെ ഡിസൈൻ ഫ്ലൈ പാഡ്. ആശിഷ് അനിൽ അറ്റൻഡൻസ് പറഞ്ഞോ? അഭിനവ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, അനുജ, അമൽ സുരേന്ദ്രൻ, ആമിന മൽഹ, അനൈന, അനിരുദ്ധ്, അഞ്ജിത രജിത്, അനുജ പറഞ്ഞു, അനുപമ, അറോമൽ, അർപ്പിത്, അരുൺദാത്ത്, അശ്വിൻ, ഫസ്ന, ഫസ്ന, രംഷത, സിർദുൽ, ജരീഷ്, ഖദീജ, ലിഖിത്, മറിയം ലിയാന, നിതിൻ മോഹൻ, നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ, സാലി, ഓക്കെ, സഫീഖ്, നബിൽ നസീർ, നന്ദ എസ് നായർ, നന്ദിത, നിവേദയ, നുഹ സാലി, പ്രിൻസ്, ഋഷികേഷ്, ഋഷ്വിൻ, ഋത്തിക്, രോഹിത് രമേശ്, സഫീൽ മുഹമ്മദ്, സങ്കീർത്തന, സാരൻ,
സേജൽ, സെബിൻ, ഷബിൻ, ശിഷ്കാജ്, ധനുശ്രീ, തേജ പൊന്നൻ, തുളസി, വൈഷ്ണവി, വിഷ്ണു, വൈഷ്ണവ് പ്രദീപ്, യാദവ്, അനീഷ്, അമൽ രവീന്ദ്രൻ. ഓക്കെ, ഡിസൈൻ കംപ്ലീറ്റ് ആയാ? ഡിസൈൻ വേറെ എന്തെങ്കിലും ഡിസൈൻ? ഡിസൈൻ ആയാ? വേറെ എന്തെങ്കിലും ഡിസൈൻ ആയാ? ഉം?